In few minutes, we are landing at the Hong Kong International Airport. മനോഹാരിത ഒന്ന് മാറിക്കടാ. നീ എന്തിനുണ്ട ശരി വെറുതെ പെങ്കിടാവിനെ ബുദ്ധിമുട്ടിക്കുന്നത്? വേറെ ഇഷ്ടം പോലെ സീറ്റ് ഉണ്ടല്ല, അങ്ങനെ ഇരുന്നൂടെ? ഇവിടെ ഇരുന്ന് എന്താ കുഴപ്പം? പുരി പോ സമരം. നീ വാശ വേടുന്നു. എന്താ ഗീതയ്ക്കോട്ടും പ്ലാനത്? വല്ല അസുഖോ? ഈ വിമാനത്തിൽ വല്ല തലകറക്കോ? തലകറങ്ങാൻ ഞാൻ കുടിച്ചിട്ടില്ലല്ലോ. അതെനിക്ക് കിട്ടുമെന്ന് വെച്ചാണല്ലോ. ഞാൻ കുടിക്കും, അതെന്റെ ഇഷ്ടമാണ്. അതുപോലെ ഈ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടം ഗീതയെ, അതാ ഞാനിവിടെ വന്നിരുന്നത്. 1 2 3 4 5 6 7 8 9 10 11 നിർത്ത് വണ്ടി നിർത്ത്. ഇതൊന്ന് എണ്ണി തീർക്കട്ടെ. നീ ഉറങ്ങിയാണോ? നോക്കണ എത്ര നിലകളാണെന്ന്. തേക്ക് വിമാനത്തിൽ നിന്ന് കിട്ടിയ ചോക്ലേറ്റ് മുഴുവൻ തിന്നു. എനിക്ക് തന്നില്ലല്ലോ. എന്നാ ഞാനങ്ങനെയല്ല. രേഖയ്ക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഞാൻ തന്നില്ല. ഇതാ. Come out, please. ശോക, ഈ ഹോങ്കോങ്ങിൽ തുണി എടുക്കാത്ത പെങ്കിടാങ്ങൾ മേലെ തിരുമ്പുന്ന സ്ഥലം എവിടെയാണ്ടാ? എന്തിനാ മാധവനെ മേലെ തിരുമിക്കണോ? എനിക്ക് ക്ലിയാവും. നീ തിരുമിച്ചോ, എനിക്ക് കണ്ടാ മതി. അതിലെ കാണുന്നില്ലേ, അതാണ് മെസ്സേജ് പാലർ. താൻ കേറിക്കോത്തോട്ട്. പെങ്കിടാങ്ങളോട് പറഞ്ഞു നീ ആകെ മാറ്റിക്കോ. താൻ കേറിക്കണോ. എവിടെയായിരുന്നു നിങ്ങൾ? ഞങ്ങൾ പല വഴിക്കായി പോയി സാർ. ആദ്യം ഇവരാ തെറ്റിച്ചത്, കൂടെ നടക്കാതെ. ആരുടെ കൂടെ? നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ പാടില്ലായിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കൂ. നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാമിന് ചെറിയൊരു മാറ്റമുണ്ട്. ഹോങ്കോങ് മലയാളി അസോസിയേഷൻ ആണ് നമ്മെ ബുക്ക് ചെയ്തത്. അവർക്ക് ഗവർണർ ഉദ്ഘാടനം ചെയ്യണമെന്ന് നിർബന്ധം. എന്നാൽ അദ്ദേഹം ടൂർ കഴിഞ്ഞ് വരാൻ ഒരാഴ്ചയാകും. അല്ല സാറേ, അപ്പൊ അതുവരെ നമ്മൾ എന്തുട്ടാ ചെയ്യാ? ജപ്പാനിലേക്ക് പോകുന്നു. തിരിച്ചു വരുമ്പോ ഇവരുടെ പ്രോഗ്രാം നടത്തി കൊടുക്കാം. മറ്റന്നാൾ 12 മണിക്കാണ് ടോക്കിയോ ഫ്ലൈറ്റ്. നിങ്ങൾ നാളെ കഴിഞ്ഞ് രാത്രി 10 മണിക്ക് മുമ്പ് റെഡി ആയിരിക്കണം. ശരി.